ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ 30 ഡേയ്സ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിപ്പോൾ 5ാമത്തെ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തിട്ട് 2 ദിവസം മടി പിടിച്ച് പോസ്റ്റ് ചെയ്യാതിരുന്നു. ഇത് 5ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു പഴയ ടോപ്പ് വെച്ചിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു ഓഫ് ഷോൾഡർ ഡ്രസ്സാണ്, നിങ്ങൾ നേരത്തെ കണ്ടുവാണല്ലോ, അതുപോലത്തെ ഓഫ് ഷോൾഡർ ഡ്രസ്സാണ് ചെയ്യുന്നത്. റയോൺ ഫാബ്രിക്കാണ്, നല്ല സോഫ്റ്റ് റയോൺ ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ടോപ്പിനെ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് വിരിച്ച് വെച്ചിട്ട് സ്കേർട്ടിൻ്റെ പോർഷൻ്റെ ലെങ്ത്താണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്. യോക്കും സ്കേർട്ടും സെപ്പറേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ 22 ഇഞ്ചസാണ് ഞാനിവിടെ സ്കേർട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. യോക്കും സ്കേർട്ട് പോർഷനും കട്ട് ചെയ്ത് ഒറ്റ സ്റ്റെപ്പിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിത് 2ആയിട്ട് ചെയ്തു, കുറച്ച് കംഫർട്ട് ഇതായിട്ട് തോന്നിയതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ യോക്ക് പോർഷൻ. 6 ഇഞ്ചസാണ് നമ്മൾ ഷോൾഡർ എടുത്തേക്കുന്നത്. താഴേക്കും അതുപോലെ 6 ഇഞ്ചസ് തന്നെ എടുത്തിട്ടുണ്ട്. ആം ഹോളൊക്കെ ഞാൻ നേരത്തെ വരച്ച് വെച്ചേക്കുവാണ്. പിന്നെ നമ്മുടെ ചെസ്റ്റ് മെഷർമെൻറ്റിൻ്റെ അവിടെ ഞാൻ 8.5 ആണ് എടുത്തേക്കുന്നത്. ഇത് ഒരു ഏകദേശം 9 വയസ്സ് പ്രായമുള്ളൊരു കുഞ്ഞിന് പാകത്തിനുള്ള മെഷർമെൻറ്റ്സ് ആണ് കേട്ടോ ഈ പറയുന്നത്. വേസ്റ്റ് മെഷർമെൻ്റ് ആയിട്ട് ഇവിടെ എടുത്തേക്കുന്നത് 8.25 ആണ്. അതുപോലെ തന്നെ നമ്മുടെ യോക്കിൻ്റെ മെഷർമെൻറ്റ് ഇവിടെ എടുത്തേക്കുന്നത് 9 ഇഞ്ചസാണ് കേട്ടോ. അപ്പോൾ 9, 10 അത് നമ്മുടെ ഇഷ്ടം. അതുപോലെ ഞാനിവിടെ 9.5 എടുത്തേക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിതെല്ലാം മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് ടോപ്പിലേക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നെക്കൊന്ന് മാർക്ക് ചെയ്യണം. 3 ഇഞ്ചസ് ഞാൻ നമ്മുടെ സെൻറ്ററിൽ നിന്ന് 3 ഇഞ്ചസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഓപ്പൺ ആക്കി വെച്ചതിന് ശേഷം നമ്മുടെ ഇവിടുത്തെ ആം ഹോൾ നമ്മൾ ഏത് സൈഡാണോ ഓഫ് ഷോൾഡർ ഏത് സൈഡാണോ യൂസ് ചെയ്യുന്നത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് നമ്മൾ ഈ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ 3 ഇഞ്ചിൻ്റെ നെക്കിൻ്റെ അവിടത്തേക്ക് ഒരു സ്ലാൻഡിങ് ലൈന് നമുക്ക് വരച്ചു കൊടുക്കാം. ടെക്നിക്കലി ഇത് കറക്റ്റായിട്ടുള്ള രീതിയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഒരു ബിഗിനർ എന്ന നിലയിൽ ഞാൻ ഓഫ് ഷോൾഡറൊക്കെ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഒരു സ്ലാൻഡിങ് ലൈന് വരച്ചെടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് വരച്ചതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ ഇത് പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നമുക്ക് നമ്മുടെ ഫാബ്രിക്കിൽ നമ്മൾ ഇപ്പോൾ ടോപ്പിൻ്റെ ബാലൻസ് പോർഷൻ ഉണ്ടല്ലോ മേൽഭാഗത്തേക്ക്, അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. കറക്റ്റ് നമ്മൾ നോക്കി വെച്ചിട്ട് ഇനി ഇത് ഈ നമ്മൾ വരച്ച് വെച്ചേക്കുന്ന അതേപോലെ കട്ട് ചെയ്യാം. ഞാൻ ആ സ്ലീവിൻ്റെ പോർഷനൊക്കെ അങ്ങനെ വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് അങ്ങോട്ട് കയറ്റി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഞാൻ ആ സൈഡിൽ ഒരു കെട്ടാണ് വെച്ചേക്കുന്നത്. കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ വേറൊരു കെട്ട് ജോയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇതിൽ തന്നെ ആ കെട്ടും കൂടി അങ്ങ് വന്നോളും. അപ്പോൾ എന്നിട്ട് ഈ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതേ ഡ്രസ്സിൻ്റെ ബാലൻസ് വന്ന പീസ് വെച്ച് തന്നെ മേളിലത്തെ പോർഷൻ യോക്ക് പോർഷൻ ഞാൻ ലൈനിങ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി സെപ്പറേറ്റ് ആയിട്ട് വേറെ ഒരു മെറ്റീരിയൽ വെക്കേണ്ടി വന്നില്ല. ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ സൈഡ് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സ് ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഈ സൈഡ് രണ്ടും കട്ട് ചെയ്ത് കളയുക, അവിടെ അങ്ങ് ജോയിൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ സിമ്പിളായിട്ട് ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഒരു മാക്സിമം പോയി ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രസ്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമേ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തൊരു യൂട്യൂബ് ചാനൽ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ നാളായി. ഇപ്പോൾ ഇത്തിരി കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഒക്കെ ഇട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ കാര്യം. ഏകദേശം എല്ലാ സ്റ്റിച്ചിങ്ങും കാര്യം കഴിഞ്ഞു. ഇനി ഈ സൈഡ് മാത്രമേ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ളൂ. അപ്പോൾ അത് കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം.